നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വ്യൂ പ്രകാരം മാർക്കറ്റ് പ്രൈസ് പോയില്ല. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് ഒന്ന് പ്രൈസ് വരുന്നു നോക്കാം. ഇങ്ങോട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്, നോക്കാം മൂവ്മെൻറ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ വ്യൂ പ്രകാരം പ്രൈസ് വീണ്ടും താഴോട്ട് മൂവ് ചെയ്യാണ്. ഓക്കെ, നമ്മളിവിടെ ട്രേഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ 1:2 റിസ്ക് റിവാർഡ് ഇവിടെ കവറാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഇന്നത്തെ ലൈവ് ട്രേഡാണ്. ഇവിടെ നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഇവിടെ നമ്മളിപ്പോൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ബെയറിഷ് ട്രെൻഡാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നേരത്തെ ട്രെൻഡിൻ്റെ സെയിം കണ്ടിന്യൂഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരു ബെയറിഷ് വ്യൂവിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ട്രേഡ് ബെയറിഷ് വ്യൂവിൽ തന്നെ എടുക്കാം. ഓക്കെ, നമ്മൾ പീരീഡൊക്കെ നോക്കുന്ന ടൈമിൽ ഇവിടെ എല്ലാം നമുക്ക് ബെയറിഷ് വ്യൂ ആണ് കാണുന്നത്. ഹയർ ടൈം ഫ്രെയിം നോക്കുന്ന ടൈമിൽ ബെയറിഷ് ആയിട്ടുള്ളൊരു വ്യൂ ആണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കിയത് 5 മിനിറ്റാണ്. നമ്മൾ സ്കാൽപ്പിംഗ് ചെയ്യുന്നതുകൊണ്ടാണ് 5 മിനിറ്റ് ഹയർ ടൈം ഫ്രെയിമായിട്ട് എടുത്തേക്കുന്നത്. വലിയൊരു ടൈം ഫ്രെയിം നോക്കുന്ന ടൈമിലും നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ട്രെൻഡ് ബെയറിഷ് തന്നെയാണ്. ഓക്കെ, നമ്മൾ കറക്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. നമുക്ക് നിലവിലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. മാർക്കറ്റ് ഈ ഏരിയയിൽ വന്നിട്ട് ഒന്ന് മിറ്റിഗേറ്റ് ചെയ്യുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനും ഉണ്ട്. നോക്കാം. ഓക്കെ, മാർക്കറ്റ് ഇതായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് വീണ്ടും ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ആയത് കാണാൻ പറ്റും. ഓക്കെ, ഈ ലൈൻ എന്ന് പറയുന്നത് 15 EMA ലൈനാണ്. പ്രൈസ് അതിന് താഴെയാണുള്ളത്. അപ്പോൾ നിലവിൽ മാർക്കറ്റ് നമ്മൾ ഫിബ് റിട്രേസ്മെൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ ഇവിടം വരെ എത്തി. ഇവിടെ നിന്ന് ഈ ഒരു ഏരിയയിലോട്ട് വരാനുള്ള ചാൻസും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ട്രേഡ് എടുക്കുകയാണ്. എന്തായാലും നമുക്ക് 2 ട്രേഡ് എക്സ്പെക്റ്റ് ചെയ്യാം. ഒരു ട്രേഡ് ലോസ് ആയി കഴിഞ്ഞാൽ അടുത്ത ട്രേഡിൽ നമുക്ക് കവർ ചെയ്യാന്നുള്ള രീതിയിൽ ട്രേഡ് എടുക്കാം. ഓക്കെ, എന്തായാലും നമ്മുടെ വ്യൂ ബെയറിഷ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ പ്രൈസ് ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് എത്തി. അവിടെ ഫസ്റ്റ് FEG മിറ്റിഗേറ്റ് ചെയ്തിട്ട് ബാലൻസ് ചെയ്തു. ഓക്കെ, ഇനി പ്രൈസിൻ്റെ നെക്സ്റ്റ് മൂവ്മെൻറ്റ് ഈ ബോക്സിന് വെളിയിലിട്ട് എങ്ങോട്ടാണ് പോകുന്നത് അത് ഡയറക്ഷനിൽ നമുക്ക് ട്രേഡ് എടുക്കാം. നമുക്ക് ബെയറിഷ് ആണെങ്കിൽ കുറച്ച് പ്രൊബാബിലിറ്റി കിട്ടും. നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ് നോക്കാം. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു FEGയും കൂടെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഒരു നോക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ളതായിട്ടുള്ള മൂവ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ എടുക്കാം. ഓക്കെ,
ഫസ്റ്റ് FEG ഏകദേശം കവറായിട്ടുണ്ട്, ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് FEG, അടുത്തൊരു FEG കൂടെ എടുക്കാനുണ്ട്. ഓക്കെ, 50% എടുത്തിട്ടുണ്ട്. പ്രൈസ് മേലോട്ട് മൂവ് ചെയ്തു. ഈ ഒരു ലൈനാണ് നമ്മുടെ ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു ലൈൻ നമ്മുടെ സപ്പോർട്ടായിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ എന്തായാലും ഒരു ട്രേഡ് ഇവിടെ ഓപ്പൺ ആക്കാൻ പോവാണ്. ഈ ഹൈയിൽ നമ്മൾ വയ്ക്കുന്നു. ട്രേഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഈ ഒരു ഹൈയിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത്. നോക്കാം. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് ഈ ഒരു ലൈൻ വെച്ചാലും മതിയാവും, കാരണം ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ക്രിയേഷൻ ക്യാൻഡിൽ ഇതാണ്. അപ്പോൾ ആ ഒരു ക്യാൻഡിൽ സ്റ്റോപ്പ് ലോസ് വെച്ചാലും മതിയാവും. ഓക്കെ, നമുക്ക് ആ ഒരു ക്യാൻഡിലോട്ട് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഓക്കെ, നമ്മുടെ ക്യാൻഡിൽ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. നമ്മളിവിടെ റിസ്ക് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം അക്കൗണ്ടിൻ്റെ 0.5% ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്ന ടൈമിൽ നമ്മുടെ ട്രെൻഡ് ഓൾറെഡി ഇവിടെ ബെയറിഷ് ആണ്. അതേപോലെ നമുക്ക് നമ്മുടെ ഈ ഒരു ഇവിടെ ഒരു 50 EMA കാണാൻ പറ്റും. അതേപോലെ നമ്മൾ ഫിബ് റിട്രേസ്മെൻറ്റ് വരയ്ക്കുന്ന ടൈമിൽ നമുക്കിവിടെ ഒരു പ്രൈസ് പ്രീമിയം സോണിലോട്ട്, ഇപ്പോൾ ഷോർട്ടാണ് നോക്കുന്നത്, അപ്പോൾ ഒരു പ്രീമിയം സോണിലോട്ട് എത്തിയത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് 1:2 ആയിരിക്കും. നമുക്ക് ഓപ്പൺ പ്രൈസും കാര്യങ്ങളൊന്നും മാർക്ക് ചെയ്യാം ചാർട്ടിൽ. ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇതാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഓപ്പൺ പ്രൈസ് 3266.09 ആണ്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് നമ്മൾ വെച്ചേക്കുന്നത് 68.23 ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് വരുന്ന വാല്യൂ. ഇനി നമ്മൾ ഇവിടെ നിന്ന് 1:2 ആയിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം എങ്ങനെയാണ് മൂവ്മെൻറ്റ് വരുന്നത് നോക്കാം. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒന്ന് കുറച്ച് മേലോട്ട് വയ്ക്കുകയാണ്. ഇവിടോട്ട് വയ്ക്കുന്നു, പഴയ ഏരിയയിലോട്ട് തന്നെ മാറ്റുന്നു. ഓക്കെ, ഇവിടുത്തെ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ 50% എടുത്തിട്ടുണ്ട്. ഇനി ഉള്ള മൂവ്മെൻ്റാണ് നമുക്ക് നോക്കേണ്ടത്. നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ട്രേഡ് എടുത്തിരിക്കുന്നത് ഒരു ഫണ്ടഡ് അക്കൗണ്ടിലാണ്. നമ്മുടെ അക്കൗണ്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത് 5K ആണ്. 5Kയുടെ 0.5% വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ട്രേഡ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് മാർജിൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ അക്കൗണ്ടിൻ്റെ 0.5% മാത്രമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനിയുള്ള മൂവ്മെൻറ്റ് നമുക്കൊന്ന് വാച്ച് ചെയ്യാം. മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് പ്രൈസ് എത്താനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലോട്ടും പ്രൈസ് എന്തായാലും വരണം എന്നുള്ളതാണ്. ശേഷം മാർക്കറ്റ് അതിൻ്റെ ആ ഡയറക്ഷനിലോട്ട് തന്നെ പോകണം എന്നുള്ളതാണ്. ഡയറക്ഷൻ എന്ന് പറയുന്നത് ബെയറിഷ് ആണ്. ഇപ്പോൾ നമ്മൾ താഴോട്ട് തന്നെ മാർക്കറ്റ് പോകുന്നതാണ് വിചാരിക്കുന്നത്. പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണെന്ന് ഉള്ളത് നമുക്ക് നോക്കാം. ഇനി നമ്മുടെ വ്യൂ തെറ്റായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്താലും നമുക്ക് പ്രശ്നമില്ല, കാരണം നമ്മളിവിടെ റിസ്ക് ചെയ്തേക്കുന്നത് നമ്മുടെ അക്കൗണ്ടിൽ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ചെറുതായിട്ടൊന്ന് ഫോം ആയത് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഒന്ന് മിറ്റിഗേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു.
നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വ്യൂ പ്രകാരം മാർക്കറ്റ് പ്രൈസ് പോയില്ല. ഓക്കെ, ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ട് കാണാൻ പറ്റും. നമ്മൾ സ്റ്റോപ്പ് ലോസ് ഏകദേശം ഓക്കെ ഇവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അല്ല പ്രൈസ് ഇനിയും താഴോട്ട് പോകാനാണ് ചാൻസ് തോന്നുന്നു. നോക്കാം നമുക്ക്. ഇവിടെ സപ്പോർട്ട് ഈ ഒരു EMA ലൈനിൽ സപ്പോർട്ട് എടുത്തിൽ താഴോട്ടാണ് പോകുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഷോർട്ട് വീണ്ടും പ്ലേസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഹൈലോട്ട് വയ്ക്കാം. ഓക്കെ, ഈ പ്രൈസ് ഈ ഒരു ലിക്വിഡിറ്റി എല്ലാം കളക്ട് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ താഴോട്ട് മൂവ് ചെയ്യാൻ നോക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇത്രയും ലിക്വിഡിറ്റിയൊക്കെ എടുത്തിട്ടായിരിക്കും പ്രൈസ് താഴോട്ട് മൂവ് ചെയ്യാനുള്ള ചാൻസ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് ഒന്ന് പ്രൈസ് വരുന്നു നോക്കാം. ഏകദേശം ഈ ഒരു ഗ്യാപ്പിലാണ്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ വരും. ഓക്കെ, നമുക്ക് റിസ്ക് ആണെങ്കിലൊന്ന് കുറയ്ക്കാം. 0.25 ആക്കാം. ആക്ച്വൽ ക്യാപിറ്റൽ തന്നെ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കൊരു ഇങ്ങോട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നോക്കാം, മൂവ്മെൻറ്റ് നോക്കാം. ഇവിടെ നിന്ന് 1:2 നമുക്ക് ഇവിടെ നിന്ന് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇതായിരിക്കും നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, നോക്കാം. ഓക്കെ, പ്രൈസ് ഈ ഒരു EMA സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് മാർക്കറ്റ് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയിലോട്ട് തന്നെ വയ്ക്കാം TP. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ ഏകദേശം 32, 65, 42 ഈ ഒരു ഏരിയയിലോട്ട് വയ്ക്കാം. ഓക്കെ, കുറച്ച് കുറഞ്ഞു പോയോന്ന് തോന്നുന്നു. ഇത് തന്നെ വയ്ക്കാം. നമുക്ക് നമ്മുടെ ടാർഗറ്റ് കഴിഞ്ഞ ലോസ് കവർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ 1:2 എങ്കിലും വെച്ചാൽ നമുക്ക് ലോസ് കവർ ആകത്തുള്ളൂ. കാരണം നമ്മൾ ഈ പ്രാവശ്യം റിസ്ക് മിനിമൈസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ വെച്ചതിൻ്റെ നിന്നും പകുതി മാത്രമേ റിസ്ക് വെച്ചിട്ടുള്ളൂ. 0.25 മാത്രമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1:2 അടിച്ചാൽ മാത്രമേ കഴിഞ്ഞ ട്രേഡ് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ ട്രേഡിലെ ലോസ് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നോക്കാം. ഇതും ലോസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ട്രേഡ് നിർത്തുകയാണ് ഇന്നത്തെ. അപ്പോൾ നമ്മുടെ വ്യൂ പ്രകാരം പ്രൈസ് വീണ്ടും താഴോട്ട് മൂവ് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് നമ്മുടെ 15 EMA ക്രോസ് ആയിട്ട് കാണാൻ പറ്റും താഴോട്ട് തന്നെ. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്കറ്റ് എടുത്തിട്ടാണ് താഴോട്ട് വന്നിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം പ്രൈസ് നമുക്ക് എത്രത്തോളം റിവാർഡാണ് ഇവിടെ എടുക്കാൻ പറ്റുന്നതെന്നുള്ളത്. ഓക്കെ, എന്തായാലും $25 റീച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ട്രേഡ് ക്ലോസ് ചെയ്യും. കാരണം നമുക്ക് കഴിഞ്ഞ ട്രേഡിൽ $25 ഇവിടെ ലോസ് ആയിട്ട് വന്നേക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ ഓപ്പൺ ആക്കാൻ പറ്റിയൊരു ഏരിയ ഏതാണെന്ന് നോക്കാം, മാർക്ക് ചെയ്യാം. ഈ കഴിഞ്ഞ ആ ഒരു ട്രേഡ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയ പ്രൈസ് എന്ന് പറയുന്നത് 32.68.47. സ്റ്റോപ്പ് ലോസ് 32.70.21 വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ 1:2 ആണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ സോൺ. ഓക്കെ, നമുക്ക് TP ഒന്ന് റിമൂവ് ചെയ്തേക്കാം. മാർക്കറ്റ് താഴോട്ട് സഡനായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും പ്രോഫിറ്റ് എടുക്കാമല്ലോ. ഓക്കെ, നമ്മളെന്തായാലും ഇവിടെ ട്രേഡ് ക്ലോസ് ചെയ്യുകയാണ്. കാരണം RSI ഓവർ സോൾഡ് ഒരു ഏരിയയിലോട്ട് റീച്ച് ചെയ്തിട്ടുണ്ട്. നോക്കാം, പ്രൈസിൻ്റെ സഡൻ മൂവ്മെൻറ്റ് മേലോട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ട്രേഡ് ക്ലോസ് ചെയ്യും. ഈ ഒരു ക്യാൻഡിൽ വാച്ച് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ ട്രേഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ 1:2 റിസ്ക് റിവാർഡ് ഇവിടെ കവറാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി പ്രൈസ് ഇനി അങ്ങോട്ട് മൂവ് ചെയ്താലും നമുക്ക് പ്രശ്നമില്ല. കാരണം നമ്മളിവിടെ ട്രേഡ് ക്ലോസ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ പ്രൈസിനെ വാച്ച് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്കൊന്ന് ഹിസ്റ്ററി നോക്കാം. നമ്മളിവിടെ മേക്ക് ചെയ്തിരിക്കുന്നത് $22. നമുക്ക് കഴിഞ്ഞ ട്രേഡിൽ $26 ലോസ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഏകദേശം ചെറിയൊരു എമൗണ്ട് ഇവിടെ നമ്മൾ കവറാക്കിയിട്ടുണ്ട്. ഒരു ചെറിയൊരു ലോസാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം $4 മുകളിൽ ഒരു $5 അടുപ്പിച്ച് ലോസ് ഇവിടെ വന്നിട്ടുണ്ട്. അത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രേഡ് ഇതാണ്. നമുക്ക് ഇനി നെക്സ്റ്റ് ട്രേഡിൽ ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഈ ഒരു ട്രേഡിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള പൊസിഷൻ സൈസിങ് ചെയ്തിട്ടുണ്ട്, റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് കറക്റ്റ് ഒരു വ്യൂ ഉണ്ടായിരുന്നു. ആ ഒരു വ്യൂയിലോട്ട് പ്രൈസ് വന്നതായിട്ട് കാണാൻ പറ്റും. അതേപോലെ നമ്മൾ ഈ ഒരു ട്രേഡ് എടുക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഫണ്ടഡ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഫണ്ടഡ് അക്കൗണ്ടാണ് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ട്രേഡ്.